സൂപ്പർ ഫാമിലിയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിയ ഒരു സിഗ്നേച്ചർ റൗണ്ട് പെർഫോമൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മിയയ്ക്ക് തോന്നുന്നത് എന്തായിരിക്കും? അവർ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ പാട്ടുകാരാണെങ്കിൽ പാട്ട് തന്നെയാണോ എടുക്കുകയുള്ളൂ, അത് അവർ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കുമോ? മോസ്റ്റ്ലി പാട്ട് തന്നെയായിരിക്കും അവരുടെ ബെസ്റ്റ്. അവർക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവര് പാട്ട് തന്നെ ചൂസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇനി അതിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മുടെ മാർക്കൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പം ക്രിയേറ്റിവിറ്റി എന്തായാലും നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. റെട്രോ അവര് കലക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിലും കൂടെ അവര് ക്രിയേറ്റീവായിട്ട് അവരുടെ സിഗ്നേച്ചറിൽ ദി ബെസ്റ്റ് തരും ഞാൻ വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ദി ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ടീം ഹൈ റേഞ്ച് ബ്രദേഴ്സ്. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനേ പൊന്നു മച്ചാനേ നിന്നിൽ മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ മച്ചാനേ പൊന്നു മച്ചാനേ നിന്നിൽ മാറത്ത് പടരാൻ മോഹം ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു. കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു. നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങി നൂറ് മുത്തമിട്ടണയ്ക്കുവാൻ ദാഹം. അയ്യോ മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തു പോലെ ചേർന്നുറങ്ങണം. അയ്യേ കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ പോവാ. പൂമരം ചുറ്റി നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും. മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും. നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ. പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് സിംഗാരി കളിയാടാൻ വാ.
പെർഫോമൻസിൽ എനിക്ക് ഹൈലൈറ്റ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നിയത് മോളെയാണ്. അതെ, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ ഡാൻസിന്റെ സ്റ്റെപ്പ് കളിക്കുമ്പോഴുള്ള നമ്മുടെ അടുത്തൊക്കെ നോക്കിയുള്ള ഇന്ററാക്ഷനും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഒരു പേടി അങ്ങനെ ഒന്നും തോന്നിയില്ല. അതാണ് ഇന്ന് കസ്തൂരിയിൽ ഞാൻ കണ്ടത്. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? സ്പെഷ്യലായിട്ട് തോന്നിയില്ല, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതായിരിക്കും ഇഷ്ടമാണ് ഈ പാട്ട്. ഓക്കേ, ഇന്നത്തെ എന്താ പറയുന്നത്, ഈ ഒരു ഷോ സ്റ്റീൽ ചെയ്തത് മോളായിരുന്നു. അതെ, ശരിക്കും താങ്ക് യു. അതിന്റെ ഒരു ചുറിയൂർക്കുമായി ചിലപ്പോ ആ പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ ആയിരിക്കാം. എന്നാലും തുടക്കം മുതൽ നമുക്ക് മോളിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. പിന്നെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ലാലേട്ടനിലേക്കും ജഗദീഷ് ഏട്ടനിലേക്കൊക്കെ നമ്മൾ പോവുമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നല്ല ഓളമുള്ളൊരു പാട്ടായിരുന്നു അത്. ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ സെറ്റപ്പും കാര്യങ്ങളും, ആ ഒരു സൈക്കിളും ആ ഒരു ചെണ്ടയൊക്കെയാണ് അത് അവരുടെ ആ ഒരു കൂട്ടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ യൂസ് ചെയ്തത് കാരണം ശരിക്കും നമുക്ക് ആ വിഷ്ണു ലോക സിനിമയിൽ നമ്മൾ ഓടിപ്പോയി അവിടെ നടന്ന ആ ഒരു അവരുടെ ഒരു ഏരിയയിലേക്കൊക്കെ പോയ പോലെ തന്നെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ സംശയിച്ചു, ഇങ്ങനെ മോളിങ്ങനെ കുറച്ചധികം ഡാൻസ് കളിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മോൾക്ക് കിതപ്പ് വരുമോ, എന്തേലും അല്ലെ പാട്ട് എന്തേലും പ്രശ്നം വരുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല. അവസാനം വരെ ഒരു ശ്വാസം മുട്ടലോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഡാൻസും പാട്ടും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മോള് ചെയ്തു. മിടുക്കിയാണ് കേട്ടോ. പിന്നെ ഇവരുടെ ഒപ്പം പെർഫോം ചെയ്യുന്നതിന്റെ ഒരു കോൺഫിഡൻസ് കാണുമായിരിക്കും അല്ലേ? നമ്മുടെ ഫാമിലി അല്ലേ അല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും, ലാലേട്ടനും ജഗദീഷേട്ടനും. അതെ, ജഗദീഷേട്ടന്റെ എൻട്രി വന്നപ്പോ തന്നെ ഞങ്ങള് ചിരിച്ചു. ആ ഫസ്റ്റ് നടത്തം തന്നെ കലക്കി. സത്യം നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇവരുടെ പാട്ടിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. പാട്ട് നമുക്ക് അറിയാം, സിഗ്നേച്ചറിൽ നിങ്ങൾ പാട്ടായിട്ട് വരുള്ളൂ പറഞ്ഞിരുന്നു. അപ്പോ ഈ ഒരു ഓളമുള്ളൊരു പാട്ടെടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആക്കി. എന്തായാലും നമുക്ക് സെമി ഫൈനൽ റൗണ്ടിന്റെ ഇപ്പം പറ്റിയ ഒരു സിഗ്നേച്ചർ റൗണ്ടിന് നിങ്ങൾ പാട്ട് തന്നെ സെലക്ട് ചെയ്തു. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.